മോഷണ ശ്രമത്തിനിടെ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വയോധികന് വെട്ടേറ്റു. കോര സ്വദേശി സന്തോഷ് കുമാറാണ് വെട്ടേറ്റത്. 10,000-ലധികം രൂപ നഷ്ടപ്പെട്ടു. 2 ആഴ്ച മുമ്പ് സന്തോഷിന്റെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എന്താണ് വിവരങ്ങൾ? വയോധികന് വെട്ടേറ്റിരിക്കുന്നു. വലിയ പരിക്കാണോ? സ്മൃതി, ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ തന്നെ പറയാം, 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീടിന് സമീപത്ത് ഈ മോഷണം നടത്താൻ എത്തിയ ആൾ പതുങ്ങി നിൽക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടത്. ഇതിൽ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഈ സന്തോഷ് കുമാറിന്റെ കണ്ണിന് താഴെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം ഈ സംഭവ സ്ഥലത്ത് നിന്നും കടന്നു കളയുകയായിരുന്നു പ്രതി. ഈ സമയത്ത്, ഈ മൽപ്പിടുത്തം നടക്കുന്നതിന് സമയത്ത് ഈ പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഈ സന്തോഷ് കുമാറിന് ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിൽ ഈ വിഴിഞ്ഞം പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ പരിക്കേറ്റതിന് പിന്നാലെ വിഴിഞ്ഞം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി സന്തോഷ് കുമാർ പ്രധാനമായിട്ടൊരു സർജറി ഒന്നും വേണ്ടി വന്നില്ല. എന്തായാലും ചികിത്സ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത്. പക്ഷേ വീട്ടിൽ നിന്നും 11,000-ലധികം രൂപ ഈ മോഷ്ടാവ് കവർന്നെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷ് കുമാർ പറയുന്നത്. 2 ആഴ്ചയ്ക്ക് മുൻപും ഈ വീട്ടിൽ കവർച്ചയ്ക്ക് ശ്രമം നടന്നു. അന്ന് മൊബൈൽ ഫോണും കുറച്ച് പണവും നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പതിയിൽ നിന്ന ആള് മോഷ്ടാവാണ് എന്നുള്ളത് സന്തോഷ് കുമാറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു വാക്കുതർക്കങ്ങളും പെട്ടെന്ന് മൽപ്പിടുത്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ മൊബൈൽ ഫോൺ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലൊരു പ്രതി പിടികൂടിയതായിട്ടാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും വൈകുന്നേരത്തോടു കൂടി പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് നിലവിൽ വിഴിഞ്ഞം പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. സ്മൃതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.